ഹലോ ഗൈസ്, ബിൽഡ് ഫോർ ഗഡ്ജറ്റിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പിസയാണ്. അപ്പോൾ ലെറ്റ്സ് ജമ്പ് ദ മേക്കിംഗ് വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വാം വാട്ടർ എടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് കിട്ടിങ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റ് ഇടുക, ഒരു സ്പൂൺ ഈസ്റ്റ് ഇടുക. അതിനുശേഷം ഒരു സ്പൂണ് ഉപ്പിടുക, പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് തീരുന്നില്ലല്ലോ, തീരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം ഇപ്പം എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം കുറച്ച് മൈദമാവ് എടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ ഇളക്കി വെച്ച ഈ ഈസ്റ്റ് അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ നിങ്ങൾ കൈകൊണ്ട് കുഴച്ചെടുക്കുക, ഈ കാണുന്നത് പോലെ. ദെൻ സെറ്റാക്കി വെച്ച മാവിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ 3-4 മണിക്കൂർ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് പൊങ്ങി വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ മാവ് സെറ്റാകുന്ന വരെ നിങ്ങൾ വെറുതെ ഇരിക്കുന്നത്. കുറച്ച് ഉള്ളി എടുത്തായിരിക്കും, ഒരു മീഡിയം സൈസിൽ സവാള ഗിരി എന്ന് പറഞ്ഞു. ഇത് നേരത്തെ അടിച്ചു വെച്ച തക്കാളിയിലോട്ട് നമ്മൾ ഉള്ളി കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്ത് ഒന്നും കൂടി അടിക്കുകയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ സോസ് ഉണ്ടാക്കുകയാണ്, പിസയുടെ സോസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, പിന്നെ കുറച്ച് വെറൈറ്റി കളർ ക്യാപ്സിക്കം എടുത്തിട്ട് അങ്ങോട്ട് അരിയാം. ഇനി നമ്മളത് ക്രൂഷ്യലായിട്ടുള്ള ഒരു പാർട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, എന്തും എപ്പോഴും സംഭവിക്കാം. ശരീരത്തിലോട്ട് തെറിക്കാതെ നോക്കണേ. കുറച്ച് തെറിച്ചു കേട്ടോ. എനിക്കപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വല്ല മാസ്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഫുള്ള് തെറിക്കുന്ന ഗൈസ്. ഇപ്പോൾ പുകയുന്നു. ഇതിന് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് സോയാ സോസ് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് സോസ് ഒഴിക്കുക, പിന്നെ ഇളക്കുക. പിന്നെ പരിപാടി പിന്നെ ഇളക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക. അത്ര തന്നെ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കിന് നമ്മൾ സോസ് റെഡി. അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇത് എല്ല് കളഞ്ഞ ചിക്കനാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, മുളകും പൊടി, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആൻഡ് വൺ മോർ തിങ് ഗൈസ്, നമ്മളിത് നോർമൽ അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ബേക്ക് ചെയ്യുന്നതും അടുപ്പിൽ വെച്ചിട്ടാണ്. നോർമലി നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്.
ഇത് കണ്ടില്ലേ, നമ്മളിത് 2 എണ്ണമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ പരത്തിയെടുക്കുക, കൈകൊണ്ട് ജസ്റ്റ് പരത്തിയെടുത്താൽ മതി. നമ്മൾ അരികിലായിട്ട് കുറച്ചിങ്ങനെ പൊന്തി നിന്നോട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മളെ സോസ് ഒഴിക്കണം. ഓഫ്, അവിടെ കായി രണ്ടെണ്ണത്തേക്ക് ഉണ്ടാക്കിയതല്ലേ. ചീസ് അടിക്കും, ചീസ് തരും. ഇതിന് ശേഷം നമ്മൾ കുറച്ച് വാട്ടി വെച്ചിരുന്നല്ലോ, ഉള്ളി മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുക. അപ്പോൾ അനിയത്തിയാണ് നമ്മളെ അസിസ്റ്റൻറ്റ്. കുളമായി ഗൈസ്, ഇതൊക്കെ പായസം മാതിരി ആയിരിക്കും, തണുത്തിട്ടാവും. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത ചിക്കന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കളർഫുൾ വെജിറ്റബിൾസ് ആയ ക്യാപ്സിക്കവും സ്പ്രെഡ് ചെയ്യാണ്. മിക്സ്ഡ് ആയിട്ട് ചെയ്യുക, എന്നാലേ കുറച്ചും കൂടി ഒരു ഷോ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് നമ്മളിട്ടത് സ്പ്രെഡ് ചെയ്തത് കുരുമുളകാണ്. അതിനുശേഷം നമ്മൾ ചീസ് ഇട്ടു, പിന്നെ നമ്മുടെ സോസും സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്ക് ഇത് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി അടുപ്പിലേക്ക് വയ്ക്കുക, തുറന്ന് നോക്കാം. ഓ മാൻ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടുണ്ട്, നല്ല സ്പോഞ്ച് ടൈപ്പ് ആയിട്ടുണ്ട്. നമ്മൾ നോർമൽ അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തിട്ടുള്ളത്. അത് ഇത്രയും നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ അത്ര അല്ലേ എന്ത് കാട്ടണ ഇങ്ങനെ കാട്ടിയപ്പോ ഇങ്ങനെ ആക്കി മറ്റേ കൈയുണ്ട്.